ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആയിഷ അർജുൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉടുപ്പി ടെമ്പിൾ വ്ളോഗാണ് കേട്ടോ. ഉടുപ്പി ശ്രീകൃഷ്ണ അമ്പലത്തിൽ ഞാനും അർജുൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ടും പോയി തൊഴുതതിനെ പറ്റിയുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ മൂകാംബിക ടെമ്പിളിലും അതിനുശേഷം മുരുടേശ്വര ശിവ ടെമ്പിളിലും പോയ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം നമ്മുടെ ഉടുപ്പി വ്ളോഗ് കാണാം കേട്ടോ. അങ്ങനെ നമ്മളിതേ ഫുഡ് കഴിക്കാൻ കയറി ആദ്യം ഓർഡർ ചെയ്ത ഐറ്റാണ് പനീർ പെപ്പർ ഡ്രൈ. പനീറോ ഗോബി ഗോബി പെപ്പർ ഡ്രൈ. എങ്ങനെയുണ്ട് ഇരിപ്പൂ? അടിപൊളി. എങ്ങനെയുണ്ട് അർച്ചോട്ടാ? അമ്മ കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട് സൂര്യ? നല്ലതാണോ? ഇത് ഹൈദരാബാദി ബിരിയാണി, ചപ്പാത്തി, പനീർ ബട്ടർ മസാല, പൊറോട്ട, ചമ്മന്തി, കുറുമ. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇനിയും നമുക്ക് ഐറ്റംസ് വരാം. ചമ്മന്തി, പൊറോട്ട ചമ്മന്തി അടിപൊളിയാണോ? ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് വരാനുണ്ട്. ഓക്കെ, സ്പേസ് ഒന്ന് വയ്ക്കും. അതോടെ അവിടെ സ്പേസ് ഉണ്ടാക്കിയൊക്കെ വെക്കാം. നമ്മുടെ ടിപ്പുവിൻ്റെ ഷെസ്വാൻ നൂഡിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത മഷ്റൂം ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വെജിറ്റേറിയൻ ആവണ സമയത്താണ് നമ്മൾ ഈ മഷ്റൂമും പനീറൊക്കെ ഒരുപാട് കഴിക്കണം. സത്യം പറയാം. നൂഡിൽസ് എങ്ങനെ വെക്കൂ? അടിപൊളിയല്ലേ? നല്ല ഫ്ലേവർ അല്ല, നല്ല ഫ്ലേവർ. അപ്പൊ നമ്മൾ ഈ ഹോട്ടലിൽ സജസ്റ്റ് ചെയ്യാലോ ഉടുപ്പിയിൽ വരുന്നവർക്ക്. പേര് ഓർമ്മയുണ്ടോ ചേട്ടാ ഹോട്ടലിന്റെ? അതെ, നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റില്. നമ്മളിത് ഉടുപ്പി ടെമ്പിളിൽ എത്തിയിട്ടോ. മുരുടേശ്വരത്ത് വെച്ചിട്ടാണ് നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ നേരെ ഉടുപ്പി വന്നു. ഇപ്പോൾ സമയം 8:30 മണിയായി. 9:30-10 മണി വരെ അമ്പലമുണ്ട്. അപ്പോൾ എന്തായാലും കയറാൻ പോയി. നല്ല അത്യാവശ്യം തിരക്കുണ്ട്. തിരക്ക് കാണില്ലെന്ന് വിചാരിച്ചു, പക്ഷെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊന്നും കാണാം. ഓക്കെ, ഹായ് ഹായ് പറയൂ. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് ക്യൂവിൽ കയറാൻ പോവാണ് കേട്ടോ. ഹലോ. ക്യൂ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ദർശൻ ടിക്കറ്റ് എടുത്തു. ഏകദേശം എനിക്ക് 1.5 കിലോമീറ്റർ ക്യൂ ഉണ്ട്. അതെ, എന്തായാലും നടന്നു കഴിഞ്ഞാൽ പറ്റില്ല, കാരണം 10 മണിക്ക് അടയ്ക്കും. അതെ, അപ്പൊ സ്പെഷ്യൽ ദർശൻ ടിക്കറ്റ് നമ്മൾ എടുത്ത് പെർ പേഴ്സൺ 200 ആണ്. അപ്പൊ നമ്മൾ അതെടുത്ത് കയറി. കാരണം ടൈം ഓൾറെഡി ഡിലേ ആണ്. തൊഴാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മൾ എടുത്തു. അത്ര തിരക്കാണ്, കണ്ടോ? യെസ്, ഇതും ക്യൂ ഉണ്ടല്ലേ. ഇതും നല്ല തിരക്കാണ്. സ്പെഷ്യൽ ദർശനം മറ്റേ 2 ദർശനമുണ്ട്. ഒന്നത് ഗരുഡ ദർശനം, ഒന്ന് നോർമൽ ദർശനം. ഗരുഡ ദർശനമാണെങ്കിൽ പോകുന്ന വഴി കൂടെ ഒരു ബൈപ്പാസ് ഇട്ട് നമ്മൾ മറ്റേ ക്യൂലോട്ട് നമ്മൾ കയറ്റും. ഇതാണ് ഗരുഡ ദർശനം. ഒരു ടിക്കറ്റിന് 200 രൂപ. അങ്ങനെ 5 പേര് നമ്മൾ കയറണം. ഗുഡ് ലൈറ്റിംഗ്. അപ്പം നമ്മളിപ്പോൾ ക്യൂവിൽ വരുന്ന വഴിയോടെ ഭോജൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നദാനം ഭോജനം. അപ്പം അമ്മ അവിടെ നിന്ന് കഴിച്ചിരുന്നു മൂകാംബികയിൽ. അതുപോലെ പണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഞാനും അമ്മയും ഡാഡിയും അനിയനൊക്കെ വരുന്ന സമയത്ത് സ്പെഷ്യൽ ദർശൻ കയറുമ്പോൾ, അല്ലെങ്കിൽ തിരക്കില്ലെങ്കിൽ നോർമൽ ദർശനയിൽ കയറും. പക്ഷെ ഉച്ചയ്ക്ക് നമ്മളിവിടുന്ന് അന്നദാനം കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ പ്ലേറ്റിൽ അല്ലെങ്കിൽ അവർ കറയിൽ തന്നെയാണ് ചോറും സാമ്പാറും പിന്നെ മോരും. ഉച്ചയ്ക്ക് ചിലപ്പോൾ മോരുണ്ടാവും. പ്ലേറ്റിൽ കഴിക്കുന്നവർക്ക് പ്ലേറ്റ് കഴിക്കാം. പിന്നെ തറയിലാണെങ്കിൽ ഒരു കഴുകി വൃത്തിയാക്കി തറയിലിട്ട് കൊടുക്കും. എനിക്ക് അതാ ഓർമ്മ പോലെ പണ്ട് ഞങ്ങൾ കഴിച്ചതാണ്. അതാണ് തറയിലിട്ട് കഴിക്കുന്ന ഒരു സമ്പ്രദായം. പക്ഷെ പ്ലേറ്റ് ഉള്ളവർക്ക് ചിലർക്ക് എല്ലാവർക്കും തറയിലിരുന്ന് കഴിക്കാനൊരു മടിയാണ്. അപ്പോൾ അല്ലാത്തവർക്ക് പ്ലേറ്റ്. പിന്നെ ഉടുപ്പിയായിട്ട് അമ്മയ്ക്ക് പത്മാമ്മയ്ക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. അമ്മ പറഞ്ഞു ഉടുപ്പിയായിട്ട് എന്താ അമ്മയുടെ ബന്ധം എവിടെ പറഞ്ഞോ? ഈ അമ്മ തന്നെ ഉടുപ്പിയായിട്ട് എന്താ അമ്മയുടെ ബന്ധം പറ. ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ
കുടുംബ വീട് ഇവിടെയാണ്, ഉടുപ്പിയിലാണ്. എന്നുവെച്ചാൽ പാർവതി അമ്മന്റെ അപ്പൂപ്പൻ്റെ അമ്മ പാർവതി അമ്മ. ഉടുപ്പിയാണ് അവരുടെ സ്ഥലം, അവർ ജനിച്ച സ്ഥലം. പാർവതി അമ്മ കേൾക്കുന്നുണ്ട് അല്ല കാണുന്നുണ്ടെങ്കിൽ പാർവതി അമ്മയുടെ പോയി സുബ്രഹ്മണ്യം മരിച്ചു. അങ്ങനെ അമ്മ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ഉടുപ്പി വരുന്നത്. അങ്ങനെയല്ലല്ലോ, അത് ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റില്ല ബന്ധം. ഓക്കെ. അങ്ങനെ നമ്മളിത് തൊഴുത് ഇറങ്ങിയിട്ടോ. കറക്റ്റ് എനിക്ക് തോന്നുന്നു 2-3 സെക്കൻഡാണ് ഒരാൾക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ സ്പെഷ്യൽ ദർശനം എടുത്താലും ഫ്രീ ദർശനാണെങ്കിലും നമ്മൾ ജോയിന്റ് ആവും. പിന്നെ ഫ്രീ ദർശനമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം 2-3 മണിക്കൂർ നിൽക്കേണ്ടി വരും. അത് ഉറപ്പാണ്. പക്ഷേ ഗരുഡ ദർശനം എടുത്തു കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്ത് നമുക്കൊരു ക്യൂ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റിൻ്റെ ക്യൂ. അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ജോയിൻ ചെയ്ത് രണ്ടുപേരും ഒരേപോലെ തൊഴും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉടുപ്പിയിൽ വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ് കേട്ടോ. ഉടുപ്പിയിൽ വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്, നമ്മളിങ്ങനെ സാധാ അമ്പലത്തിൽ വരുന്ന പോലെ നടയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ആ രൂപം കണ്ട് തൊഴുന്ന ഒരു സംഭവമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഗ്രില്ല് പോലെ ചെറിയ ഒരു ഹോളുണ്ട്. അതിൽ കൂടെ നമ്മളിങ്ങനെ നോക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു വിഗ്രഹം രൂപം കാണാൻ പറ്റും. പക്ഷെ അകത്ത് CCTV ഉണ്ട്, വെളിയിൽ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, ലൈവ് റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ നമുക്ക് മറ്റേ TV കൂടെ കാണാം. വെളിയിൽ നിന്നുണ്ട്, ലൈവ് റെക്കോർഡിംഗ് ആണ്, ക്യാമറയൊക്കെ അകത്തുണ്ട്, എല്ലാ സജ്ജീകരണവും. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങണം. വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? ഉപദ്രവ്യങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് തൊഴണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഗോൾഡൻ രഥം അവിടെ ഉണ്ട്, അത് കാണിക്കാം. ಚಾನೆಲ್ನಲ್ಲಿ ವೀಕ್ಷಿಸುತ್ತಿರುವ ಎಲ್ಲ ಕಲಾಸಕ್ತರಿಗೂ ಹೃತ್ಪೂರ್ವಕ ಧನ್ಯವಾದಗಳು. ನಾಳೆ ಯಕ್ಷಾರ್ಪಣಂ ಕಾರ್ಯಕ್ರಮ ಬೆಳಿಗ್ಗೆಯಿಂದ ರಾತ್ರಿ ತನಕ. ಆ ಕಾರ್ಯಕ್ರಮಕ್ಕೂ ತಾವು ಬನ್ನಿ. ಈಗ ವಿಶ್ವೇಶ್ ಭಟ್ರು ತಮ್ಮ ಮಂಗಳ ಹಾಡನ್ನು ಭಗವದ್ಗೀತೆ ವಿಶ್ವಗೀತ ಪರ್ಯಾಯದ ಚಿಂತನೆಯಲ್ಲಿ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആസ്തെറ്റിക് ബിൽഡിംഗ് ട്ടോ. ഗീതാ മന്ദിർ ഉടുപ്പി. വാവ്, it looks so nice actually. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇവിടെയൊക്കെ നല്ലൊരു വൈബൊക്കെ നമ്മൾ നോക്കി നടന്ന് ഭയങ്കര കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട്, നല്ല ഭക്തി സാന്ദ്രമായിട്ടുള്ള സ്ഥലമാണ് ഉടുപ്പി. അപ്പോൾ ഇതുവരെ ഉടുപ്പി ക്ഷേത്രത്തിലൊന്നും വരാത്തവർ, വരാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും വരിക. ഈ ഒരു സമയത്ത് ഒരുപാട് തിരക്കെന്ന് പറയാനില്ല അല്ലേ? സ്പെഷ്യൽ ദർശനമാണ്. തിരക്കുണ്ട്. നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനും അമ്മയും രുക്കു സൂര്യയിൽ ആദ്യമായിട്ടാണ്. നീ എത്രാമത്തോട്ട് വരുന്നത്? ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കിവിടെ നല്ല തിരക്കായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഗരുഡ ദർശനം ആയതുകൊണ്ട് തന്നെ ഒരു 15-20 മിനിറ്റിൻ്റെ ക്യൂ മാത്രമേ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2-3 മണിക്കൂർ നിൽക്കേണ്ടി വന്നേനെ. അപ്പോൾ കഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞു, തൊഴുതു, ഇറങ്ങി. ഇനി തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. പിന്നെ സൂര്യ ഇന്ന് റിട്ടേൺ പോവും. സൂര്യക്ക് മൺഡേ എന്തോ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് സൂര്യ ഇന്ന് നൈറ്റ് ട്രെയിനിൽ പോവും. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ 4 പേരെ ഉണ്ടാവുള്ളൂ. ഞാനും അർജുനും അമ്മയും രുക്കും മാത്രം. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ഒരു കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് അടുത്ത വ്ളോഗായിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പ്ലീസ് ലൈക്ക് ദ വീഡിയോ. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.